അമേരിക്കക്കാരനായ ജെഫ്രി എപ്സ്റ്റീൻ എന്ന ലൈംഗിക കുറ്റവാളിയുമായി ബന്ധപ്പെട്ടവരുടെ വിവരങ്ങൾ അടങ്ങിയ എപ്സ്റ്റീൻ ഫയലുകളിൽ ഇന്ത്യയിലെ പ്രമുഖരുടെ പേരുകളും ഉണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്നപ്പോൾ അതിൽ ഇന്ത്യയിലെ ഏതെങ്കിലും വ്യക്തിയെ എപ്സ്റ്റീനുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്ന വിവരങ്ങൾ ഇല്ല. എപ്സ്റ്റീൻ ഫയലുകളിൽ ഇന്ത്യക്കാരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജെഫ്രി എപ്സ്റ്റീൻ 2019 അയച്ച ഒരു ഇമെയിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപിന്റെ മുൻ സഹായി സ്റ്റീവ് ബാനണും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച തരപ്പെടുത്താൻ ശ്രമിച്ചതായി പരാമർശങ്ങളുണ്ട്. എന്നാൽ ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നതായി ഇന്ത്യയിലോ അമേരിക്കയിലോ യാതൊരു രേഖകളുമില്ല. 2014 മുതൽ 2017 വരെയുള്ള എപ്സ്റ്റീന്റെ അപ്പോയിന്റ്മെന്റ് കാലണ്ടറിൽ കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പേരുണ്ട്. എന്നാൽ ആ സമയത്ത് ഹർദീപ് സിംഗ് പുരി ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്നു. ഈ സ്ഥാപനത്തിന് എപ്സ്റ്റീൻ സാമ്പത്തിക സഹായം നൽകിയിരുന്നുവെന്നതൊഴിച്ചാൽ മറ്റ് ബന്ധങ്ങളൊന്നും ഹർദീപ് സിംഗ് പുരിയും എപ്സ്റ്റീനും തമ്മിലില്ലെന്നാണ് റിപ്പോർട്ടുകൾ. US ഓവർസൈറ്റ് കമ്മിറ്റി പുറത്തുവിട്ട ഫയലുകളിൽ വ്യവസായിയായ അനിൽ അംബാനിയും എപ്സ്റ്റീനും തമ്മിൽ 2017 മാർച്ചിൽ നടത്തിയ ഒരു ഇമെയിൽ ഉണ്ടെന്നത് വാസ്തവമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് ആദ്യമായി നടത്തിയ സന്ദർശനമായിരുന്നു ഇമെയിലിന്റെ വിഷയം. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള അണിയറ ചർച്ചകളുടെ അനൌദ്യോഗിക മധ്യസ്ഥനായി എപ്സ്റ്റീൻ ആ ഇമെയിലിൽ തന്നെ സ്വയം അവതരിപ്പിക്കുന്നുണ്ടെന്നതൊഴിച്ചാൽ മറ്റു കാര്യങ്ങളൊന്നും ഇമെയിലില്ല. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.